രണ്ടാം സഹസ്രാബ്ദത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൻ കീഴിൽ ക്രമേണ രൂപപ്പെട്ട കന്യകാമറിയത്തിൻ്റെ ജപമാല അസംഖ്യം വിശുദ്ധന്മാർ സ്നേഹിച്ചതും സഭയുടെ പ്രബോധനാധികാരം പ്രോത്സാഹിപ്പിച്ചതുമായ ഒരു പ്രാർത്ഥനയാണ്. ലളിതവും എന്നാൽ അഗാധവുമായ ആ പ്രാർത്ഥന മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ പുലരിയിലും വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നായി നിലകൊള്ളുന്നു. വിശുദ്ധിയുടെ വിളവെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായി നിലകൊള്ളുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക തീർത്ഥാടനത്തോട് അത് എളുപ്പത്തിൽ ചേർന്നു പോകുന്നു. 2000 വർഷത്തിനു ശേഷവും ആ യാത്രയ്ക്ക് അതിൻ്റെ ആദിമദശയിലുണ്ടായിരുന്ന പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവാണ് കർത്താവും രക്ഷകനുമെന്ന്, അവിടുന്ന് മാർഗവും സത്യവും ജീവനുമാണെന്ന് യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് മനുഷ്യചരിത്രത്തിൻ്റെ ലക്ഷ്യവും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അഭിവാച്യകൾ ചുറ്റിത്തിരിയുന്ന ചുഴികുറ്റിയാണെന്ന് ലോകത്തോട് ഒരിക്കൽ കൂടി പ്രഘോഷിക്കാൻ വേണ്ടി, വിളിച്ചു പറയുവാൻ വേണ്ടി, ആഴത്തിലേക്ക് വലയിറക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുവെന്ന് ആ ജീവിതയാത്രയ്ക്ക് തോന്നുന്നു. ജപമാല പ്രകൃത്യാ മറിയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമാണ്. എന്നാലും അതിൻ്റെ കേന്ദ്രം ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. അതിൻ്റെ ഘടകങ്ങളുടെ സംക്ഷിപ്തതയിൽ മുഴുവൻ സുവിശേഷ സന്ദേശത്തിൻ്റെയും ആഴമെല്ലാം അടങ്ങിയിരിക്കുന്നു. അത് സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സംക്ഷേപമാണെന്ന് പറയാം. മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ തൻ്റെ നിർമ്മല ഉദരത്തിൽ തുടങ്ങിയ രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തെക്കുറിച്ച് മറിയം ആലപിച്ച ശാശ്വത സ്വസ്ത്രഗീതത്തിൻ്റെ പ്രതിധ്വനിയാണത്. ജപമാല ചൊല്ലുമ്പോൾ ക്രൈസ്തവർ മറിയത്തിൻ്റെ വിദ്യാലയത്തിലിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മുഖത്തിനുള്ള സൗന്ദര്യത്തെക്കുറിച്ച് ധ്യാനിക്കാനും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ചറിയാനും പ്രേരിപ്പിക്കപ്പെടുന്നു. ജപമാല ചൊല്ലലിലൂടെ വിശ്വാസികൾ രക്ഷകൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് തന്നെ എന്ന പോലെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നു. ആവേ മരിയ എന്ന വാക്കുകളുടെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ആത്മാവിൻ്റെ കണ്ണുകളുടെ മുമ്പിലൂടെ കടന്നുപോകുന്നു. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങളുടെ സമഗ്ര പരമ്പരയിൽ അവ രൂപപ്പെടുന്നു. അവ യേശുവിനോടുള്ള സജീവ സമ്പർക്കത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അവിടുത്തെ അമ്മയുടെ ഹൃദയത്തിലൂടെയാണ് അത് സംഭവിക്കുന്നതെന്ന് പറയാം. അതേസമയം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ദേശങ്ങളുടെയും സഭയുടെയും മനുഷ്യജാതി മുഴുവൻ്റെയും ജീവിതങ്ങളെ കരുപിടിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളെയും കൊന്ത നമസ്കാരത്തിൻ്റെ ദശകങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് ആശ്ലേഷിക്കാൻ കഴിയും. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും നമ്മുടെ അയൽക്കാരുടെ, പ്രത്യേകിച്ച് നമ്മളോട് ഏറ്റവും അടുത്തുള്ളവരുടെയും നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുടെയും പ്രശ്നങ്ങളെയും നമുക്ക് ആശ്ലേഷിക്കാനാകും. അങ്ങനെ കൊന്ത നമസ്കാരമാകുന്ന ലളിത പ്രാർത്ഥന മനുഷ്യജീവിതത്തിൻ്റെ താളത്താൽ മുദ്രിതമാകുന്നു.